ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇത് രണ്ടട പഴപ്രഥമൻ. രണ്ട് ടൈപ്പ് ഓഫ്, ഒന്ന് അരിയട, പിന്നെ രണ്ടും അരിയട തന്നെ, പക്ഷെ ഒന്ന് പച്ചരി, പിന്നെ ഒന്ന് മട്ടരി. രണ്ടടയും കൂടി മിക്സ് ചെയ്തിട്ട് അവസാനം കദളിപ്പഴം അടിച്ച് ചേർക്കുക ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഇത്രയും പരീക്ഷണമൊക്കെ ചെയ്യാൻ വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടോ? വീട്ടില് ഞങ്ങള് മോനും ഞാനും കൂടി ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിലെ ഡാൻസും മ്യൂസിക്കും എല്ലാം. ചേട്ടന് ഞങ്ങളെല്ലാം സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാചകത്തിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സകലകലാ വല്ലഭൻ ആക്ച്വലി അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം സകലകലാ വല്ലഭനാണെന്ന് മാത്രമല്ല, എന്നെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയും ചെയ്തു. അതെങ്ങനെയാ? നമ്മുടെ ഒരു പ്രശസ്തമായ ഒരു നടിയാണ് നമ്മളെ അവിടെ എത്തിച്ചത്. മീര ജാസ്മിൻ. അയ്യോ, മീര എന്ത് ചെയ്തു? മീര ജാസ്മിന്റെ നമ്പർ ആരോ കൊടുത്തത് എന്റെ അമ്മയുടെ നമ്പറിലാ. അയ്യോ, നമ്പർ ആണെന്നും പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ ജില്ലയിലുള്ള എല്ലാ ആളുകളും ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കായിരുന്നു, മീരേച്ചിയല്ലേ. അന്ന് ഞാൻ +2 പഠിക്കുന്ന ടൈം. അപ്പൊ അന്ന് അമ്മയോട് ഞാൻ പറയും, ഇങ്ങനെ കണ്ട ആൾക്കാരെല്ലാം വിളിക്കും അമ്മ സത്യം പറയാം. പക്ഷെ അവസാനം എല്ലാവരും വിളിച്ച് മാറി മാറി വന്നപ്പോൾ അവസാനം എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. രഞ്ജിത്ത് എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചിട്ട് മീരേച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അല്ല, ഇതാ നിന്നെ ആരോ പറ്റിച്ചതാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, നീ എൻ്റെ മരുമോനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. കാരണം സ്വഭാവമൊക്കെ ഇങ്ങനെ ഭയങ്കര ശാന്തനാണ്. നമ്മളൊക്കെ പെട്ടെന്ന് മുറി രണ്ടെന്നൊക്കെയുള്ള രീതിയാ. പക്ഷെ നമ്മളിപ്പോ കൂടെ അഡ്ജസ്റ്റഡ് ആയി. മധുരം കറക്റ്റ്, കദളിപ്പഴം നന്നായിട്ട്, പഴത്തിന്റെ സ്വാദം. താങ്ക് യു. ജർമ്മൻ ഭാഷയില് ഹാപ്പി ഓണം കേൾക്കണോ? ഒന്ന് പറ, സാറിന്റെ അടുത്ത് ഹാപ്പി ഓണം പറ. Ich wünsche Ihnen ein frohes Oണം. ഇതിപ്പോ ഇവൻ പറയണല്ലേ ചേച്ചി നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളെ പറ്റിക്കല്ല കേട്ടാ. മനസ്സിലാകണം. ചേച്ചി പറഞ്ഞ സത്യമാണോ? എനിക്കറിയത്തില്ല. ഇവിടെ വലിയ സ്പെഷ്യൽ അല്ല, ഇത് നമ്മുടെ സാധാ നാടൻ അടപ്പായസാണ് ചെയ്തേക്കുന്നത്. ബാങ്കില് ജോലിയുണ്ട്, പിയൂണാ കേട്ടോ. ഇവന്റെ അനിയനും ഉണ്ട്. അവന് BCA പഠിക്കാം. അപ്പം അവന് ശരിക്കും പറഞ്ഞാൽ ഒരു NCC ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്ക്. രാഷ്ട്രസേവനം, അതായത് സൈനിക സേവനമാണ് പുള്ളിയുടെ വെരി മെയിൻ. ഇവനെന്ന് പറഞ്ഞാല് എന്നാ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ മുതലിനടുക്ക് പോയി ഇരുന്നാ മതി. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ പറയില്ല എത്ര തിരക്കിലാണെന്ന്. ഇവിടെ ഇപ്പൊ അവിടെയൊക്കെ നല്ല ഡെക്കറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മാത്രം ഒന്നുമില്ല, നമ്മൾ ആപ്പാടെ ഒരു വിഷമത്തിലായി. എന്റെ അമ്മേ, ഇനിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് വീട്ടിൽ പോവും. എന്തിനു വിഷമിക്കുന്നു? സത്യം പറഞ്ഞാൽ 500 രൂപയ്ക്കുള്ള അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് എന്റെ മോനെ. അതായത് ഏത് പ്രശ്നത്തെ ഷൂ ആക്കി. ഓക്കെ, അപ്പൊ എന്നെ സാർ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. രാജപത്മം എന്താ? രാജപത്മം എന്ന് പറയുമ്പോൾ സാറേ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് മാങ്ങ ശർക്കര ഇട്ട് ഉണക്കിയതാണ്. ഇപ്പൊ കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ മാംഗോ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് രാജ. പിന്നെ പത്മം എന്ന് പറയുമ്പോഴത്തേക്കും റാഗിയും മഖാനയും ചേർത്തിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ മഖാന എന്ന് പറയുമ്പോൾ താമരവിത്ത് നമ്മൾ പറയുമ്പോൾ പത്മം അങ്ങനെ ഒരു പേരിട്ടൂന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ദേശദേവനായ ശ്രീ വേലായുധ സ്വാമിക്ക് സമർപ്പിക്കുകയാണ് ഈ പായസം. ഓക്കെ, നോക്കാം. അപ്പൊ ദാ നമ്മുടെ കോൺടെസ്റ്റ് ഓൾമോസ്റ്റ് എൻഡ് ആയിരിക്കാണ്. സാറും ചേച്ചിയും കൂടെ എല്ലാ പായസങ്ങളും ടേസ്റ്റ് ചെയ്തു. വളരെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള 10 പായസം. അത്ത മുതൽ തിരുവോണം വരെ നമ്മൾ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 പായസങ്ങളാണ് തന്നിട്ടുള്ളത്.
അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള 10 പായസങ്ങളാണ് കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ എൻഡ് റിസൾട്ട് ആണ് അറിയേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല, നമ്മുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓണം ഇത്രയും മതിയോ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ അമൃതാഘോഷം എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേച്ചി, അമൃതാഘോഷം എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലേ ഉള്ളൂ. ഇനി പാട്ട്, ഡാൻസ്, സ്കിറ്റ് എന്തൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ നിന്റെ പരിപാടി ഒന്നുമില്ലേ? എന്റെ പരിപാടി ഉണ്ട്. മോഡൽ ഡാൻസ് ഉണ്ട്. ഡാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡാൻസ് കാണാൻ പോയല്ലോ. കാണാൻ പോവാൻ കോസ്റ്റ്യൂം മാറിച്ചു. അത് വരും. Come on. Okay guys, ready?